ഇസ്രായേലിന് പിന്തുണയുമായി ബ്രിട്ടനും അമേരിക്കയും. യുഎസിന്റെ അതിമാരക പ്രഹരശേഷിയുള്ള യുദ്ധക്കപ്പൽ ഇറാനിലേക്ക് പിന്തുണച്ച നിരവധി രാജ്യങ്ങൾ. ഇറാൻ ഇസ്രായേലിൽ നടത്തിയ മിസൈൽ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ രംഗത്തെത്തി. ഇസ്രായേലിന്റെയും രാജ്യത്തെ സാധാരണക്കാരുടെ സുരക്ഷയിലും ബ്രിട്ടൻ അടിയുറച്ച പിന്തുണ നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് കെയർ സ്റ്റാർമർ ഉറപ്പു നൽകി. ആക്രമണം ഉണ്ടായതിന് പിന്നാലെ നെതന്യാഹുവുമായി കെയർ സ്റ്റാർമർ സംസാരിച്ചിരുന്നുവെന്നും പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷ സാഹചര്യങ്ങളെക്കുറിച്ചും ചർച്ചകൾ നടത്തിയതായും അദ്ദേഹത്തിന്റെ ഓഫീസ് വക്താവ് അറിയിച്ചു. ആക്രമണത്തെ ഏറ്റവും ശക്തമായി തന്നെ അപലപിക്കുന്നതായി കെയർ സ്റ്റാർമർ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. ഇത് അംഗീകരിക്കാനാകുന്ന കാര്യമല്ല. ഞങ്ങൾ ഇസ്രായേലിനോടൊപ്പം ശക്തമായി അടിയുറച്ചു നിൽക്കും. ഈ ആക്രമണത്തിനെതിരെ ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്ന കാര്യം ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇറാൻ ഈ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് സ്റ്റാർമർ പറഞ്ഞത്. ലെബനനിൽ ഹിസ്ബുള്ള ഭീകരർക്കെതിരായി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായിട്ടാണ് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തതെന്നാണ് ഇറാന്റെ അവകാശവാദം. ആക്രമണത്തിന് ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെ മറുപടി നൽകുമെന്ന് ഇസ്രായേലും വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വയം പ്രതിരോധത്തിന് തയ്യാറെടുക്കുന്ന ഇസ്രായേലിനെ സഹായിക്കാൻ ബ്രിട്ടന്റെ സൈന്യം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് വിഷയത്തിൽ വരും മണിക്കൂറിൽ വ്യക്തത വരുമെന്നാണ് സ്റ്റാർമർ മറുപടി പറഞ്ഞത്. ഇസ്രായേലിന് ശക്തമായ പിന്തുണ നൽകുമെന്നും ഇറാന്റെ ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും US പ്രസിഡന്റ് ജോ ബൈഡനും വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ കൂടി സഹായത്തോടെയാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേൽ തടഞ്ഞത്. ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ ജോർദാൻ രാജാവ് അബ്ദുള്ള, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് എന്നിവരുമായും കെയർ സ്റ്റാർമർ സംസാരിച്ചതായി അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിനു തൊട്ടു പിന്നാലെ അമേരിക്കയുടെ അതിപ്രഹരശേഷിയുള്ള യുദ്ധക്കപ്പൽ USS എബ്രഹാം ലിങ്കൻ ഇറാനിലേക്ക് പുറപ്പെട്ടു. അമേരിക്കയുടെ രണ്ടാമത്തെ യുദ്ധക്കപ്പലാണ് ഈ മേഖലയിൽ വിന്യസിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. അമേരിക്കൻ നേവിയുടെ 8ാമത്തെ നിമിറ്റ്സ് ക്ലാസ് വിമാനവാഹിനി കപ്പലായ USS ഹാരി എസ് ട്രൂമാൻ ആണ് ഈ പ്രദേശത്തുള്ള മറ്റൊരു യുദ്ധക്കപ്പൽ. ഇതിനു കൂട്ടായി USS എബ്രഹാം ലിങ്കൻ എന്ന വിമാനവാഹിനി കപ്പലാണ് ഇപ്പോൾ അയച്ചിരിക്കുന്നത്. ഒരു നിർദ്ദേശം ഉണ്ടാകുന്നത് വരെ കപ്പൽ ആ പ്രദേശത്ത് തന്നെ തുടരുമെന്ന് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പ്രതികരിച്ചു. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിനിടെ ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് അമേരിക്ക രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെ കപ്പൽ അയച്ചതിനെ അതീവ ജാഗ്രതയോടെയാണ് ഇറാനും ലെബനനും കാണുന്നത്. ആണവായുധ വാഹകരായ വിമാനങ്ങളെ വഹിക്കാൻ ശേഷിയുള്ള അമേരിക്കയുടെ കപ്പലാണ് മിഡിൽ ഈസ്റ്റിന്റെ തീരത്തെത്തുന്നത്. മെഡിറ്ററേനിയൻ തീരത്തും കപ്പലിന്റെ നിരീക്ഷണം ഉണ്ടാകും. ലോകത്തെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നാണ് USS എബ്രഹാം ലിങ്കൻ. F-35 യുദ്ധവിമാനത്തെ വഹിക്കാൻ കഴിയുന്ന ഈ കപ്പൽ അമേരിക്കൻ നാവികസേനയുടെ 5ാമത് നിമിറ്റ്സ് ക്ലാസ്സിലാണ് പെടുന്നത്. ചെങ്കടലിലെ ഹൂതി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കപ്പൽ അറേബ്യൻ കടലിൽ നിരീക്ഷണം നടത്തി വരികയായിരുന്നു. അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലും അടങ്ങുന്ന കക്ഷികൾ ഒരു വശത്തും ഇറാൻ, ലെബനൻ തുടങ്ങിയ മറുരാജ്യങ്ങൾ മറുവശത്തും വിട്ടുവീഴ്ചയില്ലാതെ നിലകൊണ്ടാൽ വീണ്ടും ഒരു ലോക മഹായുദ്ധത്തിനായിരിക്കും ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വരിക.